നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റഡി. ഫസ്റ്റ് ആണ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ല ഹെവി എംബ്രോയ്ഡറി ദുപ്പട്ട വരുന്ന ഐറ്റമാണ്. ഇത് ഈ ഒരു പോർഷൻ മാത്രമേ വർക്കുള്ളെങ്കിലും അത് ഭയങ്കര രസമാട്ടോ ഇട്ട് കാണാനായിട്ട്. ഇങ്ങനെ വൺ സൈഡ് ഇടുമ്പോൾ തന്നെ നമ്മുടെ കണ്ണെന്തായാലും ആ ഒരു വർക്കയിലോട്ടേ പോവുള്ളൂ. അത്രയും നമ്മുടെ ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുള്ള പാറ്റേണാണ്. നമ്മുടെ സാധാരണ വരുന്ന നോർമൽ വർക്കല്ല, ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് ചെയ്തേക്കുന്ന കേട്ടോ. അത്രയും തിക്കായിട്ടാണ് വർക്ക് പോയേക്കുന്നത്. അതാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ബാക്കി പ്ലെയിൻ ആയിട്ട് വരും. ജോർജറ്റിൽ തന്നെ കൂടിയ ഫാബ്രിക്. ഫ്രണ്ട് പോർഷൻ്റെ ഒരു ബോൾ ഡിസൈൻ വരുന്നുണ്ട്. ദുപ്പട്ടയും ജോർജറ്റ് തന്നെയാണ് കേട്ടോ. ബോട്ടം വിത്ത് ലൈനിങ് വരുന്നത് സാറ്റിൻ സിൽക്കിൻ്റെ ഫാബ്രിക്. ഫുൾ സെറ്റാണ്. ബോട്ടം ലൈനിങ്ങും എല്ലാം ചേർത്തിട്ടാണ് പ്രൈസ്. നമ്പർ AL162, റേറ്റ് 990 ഉള്ളൂ. 990. ഇത് ഗ്രീൻ ആട്ടോ ഷെയ്ഡ്. ഗ്രീൻ്റെ കൂടെയും സെയിം തന്നെ രീതിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ആ ഒരു ചേരുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷനാണ് ആ ഒരു വർക്കിന് പോയേക്കുന്നത്. വേറെ ഡിസൈൻ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞാൽ മെയിൻ ആ ഒരു ദുപ്പട്ടയാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. നല്ല ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബോട്ടം വിത്ത് ലൈനിങ്ങും ഉള്ള ഐറ്റം. നമ്പർ AL163, റേറ്റ് 990. അടുത്ത ഷെയ്ഡ് ഇത് ശരിക്കും യെല്ലോ കളറാട്ടോ. ഫോട്ടോ എടുത്തപ്പോൾ ഇത് കുറച്ച് ഗ്രീൻ പോലെ തോന്നിച്ചു. കാരണം ഇതിങ്ങനെ ചെറിയ ഡബിൾ ടോണിൽ എവിടെയോ ഒരു ചെറിയ ഗ്രീൻ വരുന്നുണ്ട്. പക്ഷേ ഗ്രീൻ അല്ല കേട്ടോ, ശരിക്കും യെല്ലോയുടെ തന്നെ ഷെയ്ഡാണ്. രണ്ട് സൈഡിലൊക്കെ ഇടാനും തലയിലൊക്കെ ഇടാനാണെങ്കിലും നല്ല വർക്കാട്ടോ. കാരണം ഇത്രയും വീതിയായിട്ട് വരുന്നതുകൊണ്ട് ഭയങ്കര എളുപ്പം അത് കാണാനായിട്ട്. കളറ് ഒന്ന് ഇതിൻ്റെ അകത്ത് കാണുന്നതിനേക്കാളും ചെറിയ വേരിയേഷൻ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു ചെറുതായിട്ടൊരു ഗ്രീൻ ടോൺ വരുന്ന സൈസ് യെല്ലോ ആട്ടോ കളറ് മെയിൻ വരുന്നത്. ഇത് നല്ല ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ടം വിത്ത് ലൈനിങ് വരുന്നത് സെയിം കളർ തന്നെയാണ്. ടോപ്പിൻ്റെ ആ ഒരു സെയിം കളർ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. നമ്പർ വരുന്നത് AL166, റേറ്റ് 990. ബ്ലൂവിൻ്റെ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ചെറിയ വേരിയേഷൻ ഉണ്ടാവും, പക്ഷേ അടിപൊളിയാണ് നേരിട്ട് കാണാൻ. അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഇതുപോലെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു വർക്ക് ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം നല്ല ഹെവി വർക്കാണ്. ഇതിൻ്റെ തന്നെ റേറ്റ് കൂടിയത് നമ്മൾ ചെയ്തിട്ടുണ്ട്. സെയിം തന്നെ 1190 നമ്മൾ ചെയ്തിട്ടുണ്ട്. റേറ്റ് കുറഞ്ഞും വരാറുണ്ട്, പക്ഷേ ഇത്രയും തിക്നെസ് വരത്തില്ല കേട്ടോ. വർക്കിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചാണ് റേറ്റ് വ്യത്യാസം. ഈ ഹെവി വർക്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ ഒരിടത്തും കിട്ടത്തില്ല. കാരണം അത്രയും ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് നമുക്ക് ആ ഒരു ബോർഡറിൽ പോയേക്കുന്നത്. ബോട്ടം വിത്ത് ലൈനിങ് വരുന്നത് സാറ്റിൻ സിൽക്കിൻ്റെ മെറ്റീരിയൽ. നമ്പർ AL165, റേറ്റ് 990. ഇതിൽ ലാസ്റ്റ് കളർ ഡാർക്ക് മജന്ത കളറാട്ടോ. ഇതിൻ്റെ അകത്ത് കാണുമ്പോഴത്തേനും കുറച്ചൊരു റെഡിൻ്റെ ഷെയ്ഡ് പോലെ തോന്നിക്കുന്നുണ്ട്. റെഡ് അല്ല, നല്ല ഡീപ്പ് പിങ്ക്, ഒരു മജന്ത മിക്സർ കളറില്ലേ എന്ന് വെച്ചാൽ ഭയങ്കര എടുത്ത് നിൽക്കുന്നൊന്നുമല്ല. നല്ല ഷെയ്ഡാട്ടോ നേരിട്ട് കാണാൻ. ഇതിൻ്റെ അകത്ത് തന്നെ നല്ലൊരു കളറിലൊന്നാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ച് റെഡ് പോലെ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. റെഡായിട്ട് മനസ്സിൽ കണക്കൂട്ടുകയേ വേണ്ട കേട്ടോ. നല്ല ഡാർക്കായിട്ട് നിൽക്കുന്ന നല്ലൊരു മജന്ത ഷെയ്ഡാട്ടോ. അല്ലെങ്കിൽ റാണി പിങ്കിൻ്റെയൊക്കെ ഒരു ടൈപ്പ് കളർ. റാണി പിങ്കിൻ്റെ അത്രയും തെളിച്ചമില്ല, അങ്ങനത്തെ സൈസ് തെളിഞ്ഞ് നിൽക്കുന്നതല്ല. ഡാർക്കായിട്ടുള്ള സൈസ് മജന്തയായിട്ടൊരു കോമ്പിനേഷനാണ്. ആ വർക്കോട് വരുമ്പം നല്ല ഗ്രാൻഡായിട്ട് നിൽക്കും കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു വർക്കിൻ്റെ വെയിറ്റൊക്കെ നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ അത് മനസ്സിലാവും. ഞാൻ അതെടുത്ത് പറയാൻ കാര്യം, ഇതിൻ്റെ തന്നെ തിന്നായിട്ട് വർക്ക് ചെയ്തിട്ട് ഈ ഏകദേശം പെട്ടെന്ന് കാണുമ്പോൾ അതുപോലെ തന്നെ തോന്നിക്കുന്ന രീതിയിൽ ഇതിന് റേറ്റ് കുറച്ച് വരത്തില്ല. ഏകദേശം ഈ റേഞ്ചിൽ തന്നെ നിങ്ങൾ കണ്ടിട്ട് കാണും. പക്ഷേ ഇത്രയും ഹെവി വർക്ക് എന്തായാലും 990 എന്ന് പറഞ്ഞ റേറ്റിൽ ഒരിടത്തും കിട്ടത്തില്ല. അത്രയും നല്ല ഹെവി വർക്കാട്ടോ. ബോട്ടം വിത്ത് ലൈനിങ് വരുന്നത് സെയിം കളർ തന്നെ. നമ്പർ AL164, റേറ്റ് 990.